കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ കുംഭകോണമാണ് ക്ഷേത്ര കുംഭകോണമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ശബരിമല ക്ഷേത്രത്തിൽ ഭക്തർ കാണിക്കയായി നൽകിയ സ്വർണം ഉന്നതരായ വ്യക്തികളുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ നിന്ന് കട്ടുകൊണ്ടുപോയി വിൽപ്പന നടത്തി പണം വീതം വെച്ചു എന്നാണ് കേസ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ഇങ്ങോട്ട് നിരവധി ആളുകളാണ് ഈ കേസിനകത്ത് ജയിലഴിക്കുള്ളിൽ കിടക്കുന്നത്. പലരെയും സംരക്ഷിക്കാൻ CPM നേതൃത്വം അവസാനം വരെ ശ്രമിച്ചെങ്കിലും CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായ പത്മകുമാർ അടക്കമുള്ളവർക്ക് ഇപ്പോഴും ജയിലിൽ കഴിയേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോഴും സ്വർണ്ണക്കൊള്ളയെ ന്യായീകരിക്കുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. എന്തിനാണ് CPM ശബരിമല സ്വർണ്ണക്കൊള്ളയെ ന്യായീകരിക്കുന്നത്? എന്താണ് CPM ഭയക്കുന്ന ഘടകം? വിശദമായി പരിശോധിക്കാം. PS സൗപർണികയാണ് കൂടെയുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഇപ്പോഴും ആ സ്വർണ്ണക്കൊള്ളയെ ന്യായീകരിക്കുന്ന തരത്തിലാണ് സംസാരിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് CPMന്റെ സമുന്നതരായ നേതാക്കന്മാർ, സമുന്നതരെന്ന് പറയുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ജയിലിൽ കഴിയുന്നു. CPM നിയമിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലാണ്. CPMന്റെ സംസ്ഥാന നേതാവും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്തു. ഇത്തരത്തിൽ CPMന്റെയും നേതാക്കന്മാരും CPM സർവീസ് സംഘടനാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ജയിലഴിക്കുള്ളിൽ കിടക്കുകയും ചിലർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങുകയും ചെയ്തു. എന്തായാലും ഈ കേസ് CPMനെ വല്ലാതെ അലോസരപ്പെടുത്തി എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കേസ് പുറത്തു വന്നപ്പോൾ അവർ ഇത് കോൺഗ്രസിന്റെ തലയിൽ വെക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതുമാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള വാർത്തയായ പശ്ചാത്തലത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അടപടലം കേരളത്തിൽ CPM തോൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സ്വർണ്ണക്കൊള്ള വിടാതെ CPMനെ പിന്തുടരുകയാണ്. ഓരോ ദിവസവും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ വാർത്തകളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. അപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പ്രതിരോധത്തിന്റെയും കവചം തീർത്ത ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നത്. എന്തായാലും നിരീശ്വരവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയിലഴിക്കുള്ളിൽ കിടക്കുന്ന പശ്ചാത്തലത്തിൽ എന്തിനാണ് CPM ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ കള്ളന്മാരെ സംരക്ഷിക്കുകയും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവർക്ക് സംരക്ഷണ കവചമൊരുക്കുകയും ചെയ്യുന്നൊരു ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തങ്ങൾക്കൊരു പങ്കുമില്ല എന്നാണ്. പക്ഷേ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ സ്വർണം കട്ടത് ഏത് കാലയളവിലാണെന്ന് പരിശോധിച്ചാൽ നമുക്ക് അതിന്റെ ചരിത്രം വ്യക്തമാകും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ കേരളത്തിൽ കത്തിനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴും CPM നടത്തുന്ന ഈ അന്തർനാടകം, അല്ലെങ്കിൽ CPM കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുമ്പോൾ പാർട്ടി സ്വയം വിഡ്ഢികളാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൈപൊള്ളിയ CPMന് മുന്നോട്ടുള്ള വഴി എന്താണെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുക? CPM പൂർണ്ണമായി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് CPM തന്നെ ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്. ഏത് വിധേനയും ഈ കേസ് കോൺഗ്രസിന്റെ തലയിൽ ആരോപിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ഇതെല്ലാം ചെയ്തത് എന്ന രീതിയിലേക്ക് മാറ്റുക എന്നതാണ് ഇപ്പോൾ CPM ലക്ഷ്യമിടുന്നത്. അതിന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2004 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റുന്നത് എന്നാണ് പറയുന്നത്. അതൊരു വിചിത്രമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഒരു വാദമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് വരുമ്പോൾ ഏത് വർഷത്തിൽ കയറ്റി, അല്ലെങ്കിൽ ഏത് സർക്കാരിന്റെ കാലത്ത് കയറ്റി എന്നുള്ളതല്ലല്ലോ, അല്ലെങ്കിൽ ഏത് പാർട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റി എന്നുള്ളതല്ലല്ലോ ചോദ്യം. ആരുടെ കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ആയത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് സ്പോൺസർ ആക്കിയത് എന്നുള്ളതാണല്ലോ ചോദ്യം. അപ്പൊ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മറു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരും CPM-ഉം. ഈ വിഷയത്തിൽ CPM പൂർണ്ണമായി പ്രതിരോധത്തിലായി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല, അല്ലെങ്കിൽ കൈ കഴുകി ഒഴിയാൻ കഴിയാത്ത തരത്തിലാണ് CPM-ന്റെ അവസ്ഥ. CPM-ന് ഇതിൽ പങ്കില്ലായിരുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ അറിവോടുകൂടിയല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പറയുന്ന പത്മകുമാർ, അങ്ങനെ 2-3 പേർക്ക് മാത്രം അറിയാവുന്ന കാര്യമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള എങ്കിൽ എന്തുകൊണ്ട് CPM പത്മകുമാറിനെ പുറത്താക്കിയിട്ടില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിന് പോലും ഉത്തരം പറയാൻ CPM-ന് കഴിയുന്നില്ല, പാർട്ടിക്ക് കഴിയുന്നില്ല. പാർട്ടി പറയുന്ന ന്യായീകരണങ്ങളൊന്നും അംഗീകരിക്കാൻ കേരളത്തിലും കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. പത്മകുമാറിനെ പുറത്താക്കിയിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രൻ ആദ്യം മുതൽ പറഞ്ഞത് എന്താണ്? സ്വർണം കട്ട കള്ളൻ എന്ന് വിളിക്കരുത് എന്നാണ് പറയുന്നത്. ആരുടെ, അല്ലെങ്കിൽ ആര് ഭരിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഈ പറയുന്ന പോലെ ദേവസ്വം വകുപ്പ് മന്ത്രി, അതിപ്പോ കടകംപള്ളി സുരേന്ദ്രനാകട്ടെ വാസവനാകട്ടെ, ഇവരുടെ സമയത്ത് നടന്ന ഈ കാര്യങ്ങളൊന്നും ഇവർ അറിഞ്ഞില്ല, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പരാജയമാണ്, സർക്കാരിന്റെ പരാജയമാണ്. അതെന്തുകൊണ്ട് ഇവർ അംഗീകരിക്കുന്നില്ല? ശബരിമലയിൽ അയ്യന്റെ സ്വർണം കെട്ടത് ആരായാലും അവരെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോഴും മറുവശത്ത് ഒരു ഉചിതമായ, അല്ലെങ്കിൽ ഒരു ഉറച്ച നിലപാടെടുക്കാൻ ഇന്നും CPM-ന് കഴിയുന്നില്ല.
ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തെറ്റ് ചെയ്തത് ആരായാലും അവരെ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്ന തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിന്റെ പേരിലാണ് ഇത് മുഴുവൻ കോൺഗ്രസിന്റെ തലയിലാക്കിയിട്ട് രക്ഷപ്പെടാനാണ് ഇപ്പൊ CPM ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിലെ സാധാരണക്കാരായ അല്ലെങ്കിൽ കേരളത്തിലെ വിശ്വാസികളെ പറ്റിക്കാൻ ഈ വിഷയത്തിൽ CPM-ന് കഴിയില്ല. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും എല്ലാം സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം, മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ കൃത്യമായി പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ നിന്നും അന്വേഷണ സംഘത്തെ തടയുന്നത് എന്ന തരത്തിലുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. കാരണം ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ മുരാരി ബാബുവിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുമായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകാത്തത് എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഈ കേസിനകത്ത് നിർണായകമായ ഇടപെടൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ അനുമാനിക്കാൻ കഴിയും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേരളത്തിൽ വലിയ പ്രതിഷേധം CPM-നെതിരെ ഉയരുന്ന പശ്ചാത്തലത്തിൽ CPM അതിൽ നിന്ന് മുഖം രക്ഷിക്കാൻ ഇതര രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ബലിയാടാക്കാനുള്ള നീക്കം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ കേസിനകത്തെ നിർണായകമായ ഇടപെടൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കേരളീയ പൊതുസമൂഹം അതിനെ സംശയിക്കും. കാരണം അന്വേഷണം ഒരു മെല്ലെപ്പോക്കാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നൊരു സംശയം സംസ്ഥാനത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം. ഹൈക്കോടതി വടിയെടുക്കുമ്പോൾ മാത്രമാണ് SIT വീണ്ടും ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കുന്ന പോലെ കേസുമായി മുന്നോട്ട് പോകുന്നത്. അല്ലാത്ത സമയത്തൊക്കെ SIT വളരെ മന്ദഗതി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കേസ് ഇതുവരെയെങ്കിലും എത്തിയെന്ന് പറയേണ്ടി വരും. തീർച്ചയായും ഹൈക്കോടതി, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയ ഇടപെടൽ അല്ലെങ്കിൽ ഹൈക്കോടതി കേസിനകത്ത് നടത്തിയ ഇടപെടലിന്റെ ബാക്കി പത്രമാണ് പല അറസ്റ്റുകളും നടന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് സമാന്തരമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ കേസ് അന്വേഷിക്കുന്നതാണ് CPM-ന്റെ ചങ്കിടിപ്പ് വർദ്ധിക്കുന്നത്. ആ ചങ്കിടിപ്പ് വർധനയുടെ പ്രധാനപ്പെട്ട കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഏതെങ്കിലും മറ്റ് പാർട്ടി നേതാക്കന്മാർക്ക് ഇനി ജയിലഴിക്കുള്ളിലേക്ക് പോകേണ്ടി വരുമോ എന്നൊരു പേടിയാണ് CPM-നെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. എന്തായാലും CPM ഭയക്കുന്നത് പോലെ തന്നെ ED അന്വേഷണം മുന്നോട്ട് കാര്യക്ഷമമായി പോയാൽ വളരെ കൃത്യമായി ഉന്നതരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് ഇടക്കാല കുറ്റപത്രം നൽകാൻ വൈകി എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതോടൊപ്പം തന്നെ ഈ കേസിനകത്ത് വരും ദിവസങ്ങളിലും അതിനിർണായകമായ ചില നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം.